നാം ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർക്ക് സമാധാനം ആശംസിക്കുന്ന വേളയാണ് നാം വായിച്ചു കേട്ടത്. ശിഷ്യന്മാരിരുന്നിരുന്ന സ്ഥലത്ത് വാതിൽ അടച്ചിരിക്കെ യേശു തമ്പുരാൻ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഉദ്ധിതനായ യേശു തമ്പുരാൻ ഈ ലോക ജനതയോട് ആദ്യമായി ആശംസിക്കുന്നതും ഇത് തന്നെയാണ്, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവൻ തന്റെ കൈകളും വിലാപ്പുറവും അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി കൂട്ടി വായിക്കുന്നു, നിങ്ങൾക്ക് സമാധാനം. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഒന്നാമതായി, ഉദ്ധിതനായ യേശു തമ്പുരാൻ ലോകത്തോട് തന്റെ സമാധാനം ആശംസിക്കുന്നതും, രണ്ടാമതായി കാണുന്നത് വിശ്വാസത്തിൽ അടിയുറച്ചതായ തോമാശ്ലീഹായുടെ ജീവിതവുമാണ്. പലപ്പോഴും ലോക സമാധാനം എന്ന് പറയുന്നത് ഇന്ന് ചില വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോ ഞാൻ എന്നിലേക്ക് തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ചില നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലേ എന്ന് സ്വയമേ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കൊപ്പമുള്ളവരുടെയോ നമ്മുടെ സഹോദരങ്ങളുടെയോ നമ്മുടെ മാതാപിതാക്കന്മാരുടെയോ പോലും വേദനകളും പ്രയാസങ്ങളും ഒന്നും യാതൊരു വിധത്തിലും നമ്മളെ ഏശാത്തതായ ഒരു ജീവിതം, അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രമെന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുകയും ആ രീതിയിലേക്ക് തന്നെ ജീവിതത്തെ ഒതുക്കുകയും ചെയ്യുന്ന ചില ജീവിത സാഹചര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു നിമിഷമെങ്കിലും മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് യേശു തമ്പുരാനിവിടെ പറയുന്നത്, ഈ സമാധാനം നിങ്ങൾക്ക് വേണ്ടി കൂടിയാകുന്നു. നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പകർന്നു നൽകുമ്പോഴാണ് ഞാൻ നൽകിയതായ സമാധാനത്തിന് അർത്ഥപൂർണമാകുന്നത് എന്ന്. രണ്ടാമതായി ഓർപ്പിക്കുന്നത്, ശിഷ്യഗണങ്ങളുടെ ഇടയിലേക്ക് യേശു തമ്പുരാൻ കടന്നു വരുമ്പോ തോമാശ്ലീഹായുടെ അസാന്നിധ്യത്തിലായിരുന്നു എന്നുള്ളത് വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. 8-ാമത്തെ ദിവസം അഥവാ ഒരാഴ്ചയ്ക്ക് ശേഷം യേശു തമ്പുരാൻ വീണ്ടും ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. യേശു തമ്പുരാൻ അവരോട് ആദ്യമേ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. തോമാശ്ലീഹ ഇപ്രകാരം പറഞ്ഞിരുന്നു, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പാടുകൾ കാണുകയും അവൻ എന്റെ വിരലുകൾ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് എന്റെ കൈ വെച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുക ഇല്ല എന്ന്. കാരണം അടിയുറച്ച വിശ്വാസത്തിന്റെ, ആഴമായ വിശ്വാസത്തിന്റെ, എന്തൊക്കെ വന്നാലും ആ വിശ്വാസത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു മാർ തോമാശ്ലീഹ എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, തന്റേതായ അടിയുറച്ച തീരുമാനങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി അതിലേക്ക് കൊണ്ടുവരുവാൻ പ്രാപ്തനായിരുന്നു മാർ തോമാശ്ലീഹ എന്നുള്ളത്. ലാസറിന്റെ മരണത്തോടനുബന്ധിച്ച് ബെഥാനിയിൽ താനായിരിക്കുന്ന അവസരത്തില്, അല്ലെങ്കിൽ ബെഥാനിയിലേക്ക് യാത്ര പോകുവാൻ തക്കണം തയ്യാറെടുക്കുന്ന അവസരത്തില് ശിഷ്യന്മാർ യേശു തമ്പുരാനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ അവിടേക്ക് കടന്നു പോകുന്നത് ശരിയല്ല. ഏത് വിധേനയും നിന്നെ ആപത്തിൽ പെടുത്തുവാൻ തക്കോണം ദുരിഞ്ഞിരിക്കുന്ന ഒരു ജനതയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലരുത് എന്ന് പറയുമ്പോ
തോമാസ് ശ്ലീഹ മറ്റു ശിഷ്യന്മാരോടായിട്ട് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. വരിക, അവനോടുകൂടെ മരിക്കുവാൻ നമുക്കും പോകാം എന്ന്. തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും തന്റെ രക്ഷകനോടൊത്തുള്ള ഒരു ജീവിതത്തിൽ അതിൽ മാത്രമാണ് നമുക്ക് അടിയുറച്ച ഒരു ജീവിതം ഉള്ളത് എന്ന് മറ്റുള്ള തന്റെ ശിഷ്യന്മാരോടുകൂടെ ചേർത്ത് വായിക്കുവാൻ തക്കവണ്ണം, അവരോടുകൂടി ഓർപ്പിക്കുവാൻ തക്കവണ്ണം, അടിയുറച്ച് തന്റെ വാക്കുകളെ വിശ്വസ്തയോടുകൂടി പറയുവാൻ തക്കവണ്ണം മാർ തോമാസ് ശ്ലീഹായ്ക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതായ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യഗണങ്ങളുടെ ഇടയിലേക്ക് അവൻ കടന്നു വന്നു എന്ന് പറയുമ്പോൾ മാർ തോമാസ് ശ്ലീഹ പറയുന്നത്, അവന്റെ ആണിപ്പഴുതുകളിൽ എന്റെ കൈകൾ ഇടാതെ ഞാൻ വിശ്വസിക്കുക ഇല്ല എന്ന്. അതുകൊണ്ട് യേശുദമ്പുരാൻ നമുക്ക് ഓർപ്പിച്ചു തന്നതായ, നമുക്ക് കൈ മറിഞ്ഞു തന്നതായ ആ ഒരു സമാധാനം, മാർ തോമാസ് ശ്ലീഹയുടെ ആഴമായ വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ നമുക്കേറെ പരിപൂർണമായി ക്രൈസ്തവ ജീവിതത്തിന്റെ മുകുടത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാധ്യമാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.